ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ ഡു, ഡസ്, ഡിഡ് ഇവയെല്ലാം എപ്പോഴൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡു, ഡസ് ഏത് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഡു, ഡസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഡിഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഡിഡ് ഉപയോഗിക്കുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, കൂടാതെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴും ഡു, ഡസ്, ഡിഡ് ഉപയോഗിച്ച് പറയാം. സെൻറ്റൻസിൽ ഓർത്തിരിക്കേണ്ട ഗ്രാമർ റൂൾ: ഐ, യു, വി, ദേ പ്ലൂറൽ നൗൺ വരുമ്പോൾ ഡു ഉപയോഗിക്കാം. ഹി, ഷീ, ഇറ്റ് സിംഗുലർ നൗൺ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കണം. എന്നാൽ ഡിഡാണ് സെൻറ്റൻസിൽ വരുന്നതെങ്കിൽ സബ്ജക്റ്റ് ഏതുമായിക്കൊള്ളട്ടെ ഡിഡ് ഉപയോഗിച്ച് സംസാരിക്കാം. ആദ്യം ഡു, ഡസ്, ഡിഡ് ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് നോക്കാം. ഈ സെൻറ്റൻസ് നോക്കൂ. ഷീ വാക്സ് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് നടന്നു പോകുന്നു. ഈ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കൂ. ഡസ് ഷീ വാക്ക് ടു സ്കൂൾ എന്നാണ്. ഈ ഒരു സെൻറ്റൻസിൽ ഓർത്തിരിക്കേണ്ട ഗ്രാമർ റൂൾ: സബ്ജക്റ്റ് ഏതാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഷീ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്ത് പറയണം. എന്നാൽ ഈ സെൻറ്റൻസ് ക്വസ്റ്റ്യനായിട്ട് മാറുമ്പോൾ ഡസ് പ്ലസ് വേർബായി സ്പ്ലിറ്റ് ആവുന്നു. അതായത് ഡസ് പ്ലസ് വാക്ക് എന്നായി മാറുന്നു. ഡസ് ഷീ വാക്ക് ടു സ്കൂൾ? അവൾ സ്കൂളിലേക്ക് നടന്നാണോ പോകാറുള്ളത്? അപ്പോൾ ഇവിടെ വാക്സ് എന്ന വേർബ് ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോൾ ഡസ് ഷീ വാക്ക് എന്നായി വേർബ് സ്പ്ലിറ്റായി. ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഇത് കൂടാതെ ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ ഗ്രാമർ റൂൾ ഇതിലെ സെൻറ്റൻസ് സ്ട്രക്ചറാണ്. എങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്? ഡു അല്ലെങ്കിൽ ഡസ്, അത് കഴിഞ്ഞ ശേഷം സബ്ജക്റ്റ്, അത് കഴിഞ്ഞ ശേഷം മെയിൻ വേർബ്, അത് കഴിഞ്ഞ ശേഷം ഒബ്ജക്റ്റ്. എപ്പോഴൊക്കെയാണ് ഡസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ആവുന്നത്? ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ ഡു ഉപയോഗിച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്? ഐ, യു, വി, ദേ എന്നതിനൊപ്പം. ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ പോസിറ്റീവായിട്ടാണ്, അതായത് അതെ എന്നാണ് പറയുന്നതെങ്കിൽ യെസ് ഷീ ഡസ് എന്ന് പറയാം. അല്ല എന്ന് നെഗറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ നോ ഷീ ഡസിൻറ്റ് എന്ന് പറയാം. ഡസിൻറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഡസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ: യു സ്പീക്ക് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഗ്രാമർ റൂൾ: സെൻറ്റൻസ് സ്ട്രക്ചർ ഡു ആണ് ആദ്യം വന്നിരിക്കുന്നത്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വെർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്പീക്ക് എന്ന് വന്നിരിക്കുന്നത്? യു സബ്ജക്റ്റ് ആയതുകൊണ്ട്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ 3 കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്ന്, ഏത് ടെൻസിലാണ്, സബ്ജക്റ്റ് ഏതാണെന്ന് ശ്രദ്ധിച്ച ശേഷം ഡു ആണോ ഡസ് ആണോ എന്ന് മനസ്സിലാക്കി കോൺഫിഡൻസോടെ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാം. ആൻസർ എസ് ആണെങ്കിൽ ഐ ഡു എന്ന് പറയാം. നോ ആണെങ്കിൽ ഐ ഡോണ്ട് എന്ന് പറയാം. ഈ ഒരു എക്സാമ്പിളിലൂടെ കാണാം. ഷീ വർക്ക്സ് അറ്റ് TCS. അപ്പോൾ ഇവിടെ എന്തായി മാറുന്നു? ഡസ് ഷീ വർക്ക് അറ്റ് TCS എന്നായി ക്വസ്റ്റ്യൻ മാറുന്നു. ഷീ വർക്ക്സ് അറ്റ് TCS. അവൾ TCSൽ ജോലി ചെയ്യുന്നു. ഡസ് ഷീ വർക്ക് അറ്റ് TCS? അവൾ TCSലാണോ ജോലി ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടത് പോസിറ്റീവായിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നതാണ്. ഇനി നെഗറ്റീവായിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് നോക്കാം. ഡസ് ഹി നോട്ട് വാക്ക് ടു സ്കൂൾ? അവൻ സ്കൂളിലേക്ക് നടന്നല്ലേ പോകുന്നത്? ഡു യു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ? ഡു യു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്? ഡസ് ഷീ നോട്ട് വർക്ക് അറ്റ് TCS? അവൾ TCSലല്ലേ ജോലി ചെയ്യുന്നത്? ഇങ്ങനെ വരുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ ഇതാണ്: ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെയും ചോദിക്കാം. ഡസിൻറ്റ് ഹി വാക്ക് ടു സ്കൂൾ? ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡസിൻറ്റ് ഷീ വർക്ക് അറ്റ് TCS? ഇനി മനസ്സിലാക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്.
ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് നോക്കാം. ഡിഡ് ഹി റീഡ് നോവൽസ്? അവൻ നോവൽസ് വായിക്കുമായിരുന്നോ? എന്നാൽ അവൻ നോവൽസ് വായിക്കുമായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കാം. ഡിഡിൻ ഹി റീഡ് നോവൽസ്? ഡിഡ് ഹി കോൾ യു? അവൻ നിന്നെ വിളിച്ചോ? ഡിഡിൻ ഹി കോൾ യു? അവൻ നിന്നെ വിളിച്ചില്ലേ? ഡിഡ് യു ബൈ എ ന്യൂ കാർ? നീ പുതിയ കാർ വാങ്ങിച്ചോ? എന്നാൽ ഡിഡിൻറ്റ് യു ബൈ എ ന്യൂ കാർ? നീ പുതിയ കാർ വാങ്ങിച്ചില്ലേ? പോസിറ്റീവ് ആൻസർ ആണെങ്കിൽ യെസ് ഐ ഡിഡ് എന്ന് പറയാം. നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ നോ ഐ ഡിഡിൻറ്റ് എന്ന് പറയാം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഗ്രാമർ റൂൾ സെൻറ്റൻസ് സ്ട്രക്ചറാണ്. പോസിറ്റീവായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ആദ്യം ഡിഡ്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വേർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്. എന്നാൽ നെഗറ്റീവായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ആദ്യം ഡിഡിൻറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ് പ്ലസ് ഡു, ഡസ്, ഡിഡ് ഇവ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ഡു, ഡസ്, ഡിഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് പറയാം എന്ന് നോക്കാം. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ ഒരു സെൻറ്റൻസ് നെഗറ്റീവിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ പറയാം? ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഇവിടെ ഓർത്തിരിക്കേണ്ട ഗ്രാമർ റൂൾ, പോസിറ്റീവ് സെൻറ്റൻസിനുള്ള വേർബ് നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് ആകുമ്പോൾ അതിന് മുമ്പായി ഡോണ്ട് എന്ന് ചേർത്ത് വേണം പറയാനായിട്ട്. അതായത് പോസിറ്റീവ് സെൻറ്റൻസിൽ ലൈക്ക് എന്നുള്ളത് നെഗറ്റീവ് സെൻറ്റൻസിലേക്കായപ്പോൾ ഡോണ്ട് ലൈക്ക് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് ഡു നോട്ട് പ്ലസ് മെയിൻ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. മറ്റൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഷീ വാണ്ട്സ് എ ന്യൂ മൊബൈൽ. അവൾക്ക് പുതിയ മൊബൈൽ വേണം. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഷീ ഡസൻറ്റ് വാണ്ട് എ ന്യൂ മൊബൈൽ. അവൾക്ക് ഒരു പുതിയ മൊബൈൽ വേണ്ട. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന വാണ്ട്സ് എന്നത് നെഗറ്റീവ് സെൻറ്റൻസിലേക്കായപ്പോൾ ഡസൻറ്റ് വാണ്ട് എന്നായി മാറി. ഇവിടെ എന്തുകൊണ്ട് ഡസൻറ്റ് ആയി മാറി? സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട്. നെക്സ്റ്റ് എക്സാമ്പിളൂടെ നോക്കാം. ഹീ പ്ലേസ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഹീ ഡസൻറ്റ് പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുകയല്ല. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് സ്ട്രക്ചർ ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് ഡസ് നോട്ട് പ്ലസ് മെയിൻ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഡു, ഡസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എന്ന് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഡിഡ്. ഐ ഡിഡിൻ ലൈക്ക് ഐസ്ക്രീം വെൻ ഐ വാസ് കിഡ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലായിരുന്നു. ഹി ഡിഡിൻ പ്ലേ ക്രിക്കറ്റ് ഇൻ കോളേജ്. കോളേജിലുള്ളപ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കില്ലായിരുന്നു. അവൾക്ക് ഒരു പുതിയ മൊബൈൽ വേണ്ടായിരുന്നു. ഷീ ഡിഡിൻ വാണ്ട് എ ന്യൂ മൊബൈൽ. ഇവിടെ സബ്ജക്റ്റ് ഏതാണ് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡിൻറ്റ് ഉപയോഗിച്ച് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഓർത്തിരിക്കേണ്ട സെൻറ്റൻസ് സ്ട്രക്ചർ ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് മെയിൻ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇത് കൂടാതെ ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കുന്നത് ഒരു കാര്യം എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ, അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് പറയുകയാണ് നിങ്ങൾക്ക് കാറില്ല, വെറുതെ ബടായി അടിച്ചുവിടുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു എംഫസൈസ് ചെയ്ത് ഉറപ്പിച്ച് പറയുകയാണ് ഐ ഡു ഹാവ് എ കാർ. എനിക്ക് കാറുണ്ട്. അപ്പോൾ ഡു ഉപയോഗിച്ച് പറയാം. ഷീ ഡസ് സ്പീക്ക് തമിഴ്. അവൾക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, വേറൊരു ഭാഷയോ അറിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് സ്ട്രോങ് ആയി പറയുകയാണ് ഷീ ഡസ് സ്പീക്ക് തമിഴ്. അവൾ മലയാള ഭാഷ കൂടാതെ തമിഴും സംസാരിക്കും. ഷീ ഡസ് സ്പീക്ക് തമിഴ്. ഡബിൾ ഡു സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലും ഡു ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് ഡു എ ലോട്ട് ഓഫ് ട്രാവലിംഗ് ഇൻ മൈ ഫ്രീ ടൈം. എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ യാത്രകൾ ചെയ്യാറില്ല. എന്നാൽ ചെയ്യാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കാം. ഡു യു ഡു എ ലോട്ട് ഓഫ് ട്രാവലിംഗ് ഇൻ യുവർ ഫ്രീ ടൈം? നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ യാത്രകൾ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഡബിൾ ഡു വരുന്നൊരു സെൻറ്റൻസിൽ ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കുന്നത് കറക്റ്റാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ.
Does he always do his homework on time? അവൻ ഹോംവർക്ക് എപ്പോഴും കൃത്യസമയത്ത് ചെയ്യാറുണ്ടോ? ക്ലിയർ ആയി വിശ്വസിക്കുന്നു. എപ്പോഴൊക്കെയാണ് ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കാം. മോഡൽ വെർബ്സിൻ്റെ കൂടെ ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഐ കാൺട്ട് സ്വിം എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് ക്യാൻ സ്വിം എന്ന് ഉപയോഗിക്കാറില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ ക്യാൻ ഐ സ്വിം എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് നീന്താൻ കഴിയുമോ? ബി വെർബ്സിനൊപ്പവും ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കില്ല. ബി വെർബ്സ് ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ, വാസ്, വേർ. ഇതൊക്കെയാണ് ബി വെർബ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആം എ ടീച്ചർ, ഞാൻ ഒരു അധ്യാപികയാണ്. ഞാനൊരു അധ്യാപികയല്ല എന്നൊരു നെഗറ്റീവ് സെൻറ്റൻസ് പറയുമ്പോൾ ആം നോട്ട് എ ടീച്ചർ. നിങ്ങൾ ഒരു അധ്യാപികയാണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ ആർ യു എ ടീച്ചർ എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ബി വെർബ്സ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് പറയാനും ഒരു ചോദ്യം സ്റ്റാർട്ട് ചെയ്യാനും ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ഒരു ഗ്രാമർ ലെസൺ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് കാണിക്കാം. ഐ ഗോ ടു ദ ജിം എവറി ഈവനിങ്. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. എന്നാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ജിമ്മിൽ പോകാറില്ല എന്ന് നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് എങ്ങനെ ആക്കാം? വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ വീഡിയോസിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഡു, ഡസ്, ഡിഡിന് മുമ്പായി WH ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം എന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുകൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.